സുനു, നമ്മുടെ കൺസൾട്ടേഷനിൽ വരുന്ന ഒത്തിരി പേരൻസ് ഷെയർ ചെയ്യുന്ന ഒരു കൺസേൺ ആണ്. അതായത് കുട്ടികൾ എല്ലാ കാര്യങ്ങളിലും, വളരെ ചെറിയ കാര്യങ്ങളിലും പോലും പെർമിഷൻ ചോദിക്കണം. അതായത് പെർമിഷൻ ആവശ്യമില്ലാത്തൊരു കാര്യം പോലും അവർ വല്ലാതെ വന്നിങ്ങനെ ചോദിച്ചിട്ട് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. അവർ പറയുന്ന ഒരു കാര്യം ഇത് എവിടെന്നാ ഇങ്ങനെ വരുന്നേ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നേ എന്നുള്ളത് അവര് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് തന്നെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്, അല്ലെ? അതായത് അവർക്ക് അവരുടെ തന്നെ ഒരു ഡിസിഷനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാലിഡേഷൻ സീക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് എന്നുള്ളത്. ഇപ്പോ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇപ്പോ ഓരോ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പേരൻസ് തന്നെ ആയിരിക്കും എപ്പോഴും അവിടെ സ്റ്റെപ്പിങ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പൊ അവരെ റെസ്ക്യൂ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. പിന്നീട് അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഫിയർ കാര്യങ്ങളായിട്ട് മാറുന്നു എന്നുള്ളത്. ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവിടെ ഒരു എൻഡ് റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള ഒരു കാര്യം. അതെ, അതായത് ഇപ്പൊ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അത് ഗൈഡ് ചെയ്യാതെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണല്ലോ, അല്ലെ? പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവില്ല. അതായത് ഭയങ്കര റിജിഡ് ആയിട്ട് ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു എൻവയൺമെന്റിൽ കുട്ടികൾ ജീവിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിലും അവർക്ക് ഒരു അപ്രൂവൽ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, ഇപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോഴും ഒരു ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളായിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. അതെ, അപ്പോ ഒരു സർട്ടൻ ഏജ് എത്തി കഴിയുമ്പോൾ പേരൻസ് എക്സ്പെക്ട് ചെയ്യുന്നു ഫോർ ദം ടു മേക്ക് ദെയർ ഓൺ ഡിസിഷൻസ് എന്നുള്ളത്, വിച്ച് ഈസ് ആക്ച്വലി ഇൻ എ വേ ഐറണിക്കൽ, അല്ലെ? കാരണം അവർക്ക് ദേ വർ നെവർ പ്രൊവൈഡഡ് ദോസ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഇത് ഓക്കെ ആണോ, ഇത് പേരൻസിന് ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു കോൺസ്റ്റന്റ് തോട്ട് അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അൾട്ടിമേറ്റ്ലി ഇതൊരു പീപ്പിൾ പ്ലീസിങ് ബിഹേവിയറിലേക്കും ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതായത് ഈച്ച് സ്റ്റെപ്പ് ദേ ടേക്ക്, അത് എന്റെ പേരൻസിന് ഓക്കെ ആണോ, അവരിതിൽ ഹാപ്പി ആണോ എന്നുള്ളൊരു സംഭവം കൂടിയാണ് അതിൽ വരുന്നത്. അതെ അതെ, പിന്നെ ആ ഒരു എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമോ എന്നുള്ള ഒരു ആൻസൈറ്റി കാര്യങ്ങളല്ലേ. ഇപ്പം കോൺസ്റ്റന്റ്ലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വാലിഡേഷൻ സിക്കിങ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവരെപ്പോഴും ആ ഒരു ഫിയറിലായിരിക്കും പിന്നെ ജീവിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ ചെറുപ്പത്തിലേ നമ്മൾ ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് അഡ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ലോങ് ടേം എഫക്ട്സ് കാര്യങ്ങൾ എന്താണെന്നുള്ളത്, ലൈക്ക് ഡിപ്പെൻഡൻസി, അല്ലെ? അതായത് ഇപ്പൊ ഒരു ലേറ്റർ സ്റ്റേജ് ഇൻ ലൈഫിലും അവർക്കൊരു ഡിസിഷൻസ് കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കേണ്ടി വരുമ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുക. അതിപ്പോ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം, ഒരു വർക്ക് പ്ലേസിലായിരിക്കാം. അപ്പോ ദിൽ സ്ട്രഗിൾ എന്നുള്ളത് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ശരിക്കും ഇതൊരു സെൽഫ് എസ്റ്റീമിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ ഒരു അഡൽട്ട് ലൈഫിൽ ദേ ഹാവ് ടു ഡീൽ വിത്ത് ലോട്ട് ഓഫ് തിങ്സ്. അവർ തന്നെ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ വരുമ്പോൾ ദേ മൈറ്റ് സ്റ്റാർട്ട് തിങ്കിങ് ഞാൻ ഇതിന് കേപ്പബിൾ അല്ല, ഞാൻ ഓക്കെ ആയിരിക്കില്ല, ഞാനിത് ചെയ്താൽ ശരിയാവോ എന്നുള്ള ഒരു സ്റ്റേജ് വരെ അവർ എത്താനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പറയുന്നത് പറഞ്ഞാൽ ശരിയാണ്. ഇപ്പം അഡൽട്ട്ഹുഡിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അത് എഫക്ട് ചെയ്യും. പക്ഷെ ആസ് പേരൻസ് നമുക്ക് ഇപ്പോഴേ എടുക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്സ് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് പല കാര്യങ്ങളും നമ്മളൊരു ഓട്ടോണമി കൊടുക്കുന്നതായിരിക്കും, ഒരു ചോയ്സ്. അപ്പോൾ അതെന്ന് പറഞ്ഞൊരു സിമ്പിൾ കാര്യങ്ങളായിരിക്കും. അവർക്ക് ഇപ്പൊ എന്ത് ഡ്രസ്സാണ് വെയർ ചെയ്യുന്നത് എന്നുള്ളത് തൊട്ട്, അവർക്ക് ഒരു എന്ത് സ്നാക്കാണ് ചൂസ് ചെയ്യുന്നത് തൊട്ട്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ മിസ്റ്റേക്സ് നമ്മൾ നോർമലൈസ് ചെയ്യുക എന്നുള്ളതല്ലേ. മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലേണിംഗ്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു എൻഡ് ഓഫ് ദ വേൾഡ് അല്ല. അപ്പൊ ആ ഒരു സ്പേസ് കൊടുക്കാന്നുള്ളതും കൂടി. ആ പോയിന്റ് സുനു പറഞ്ഞത് ശരിയാണ്. അതായത് ഒരു ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് വളരെ ചെറുപ്പം തുടങ്ങി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പൊ കുട്ടി ചെയ്യുന്ന ഒരു പ്രൊജക്ട് പെർഫെക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പേരൻസ് അത് ചെയ്ത് കൊടുക്കുന്ന ഒരു ചെറിയൊരു സ്കൂൾ പ്രൊജക്ട് ആയിരിക്കും. അവിടെയും അവർ കൊടുക്കുന്ന ഒരു മെസ്സേജ് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും എല്ലാം ചെയ്തു തരാൻ എന്നുള്ളൊരു സംഭവമാണല്ലോ. അതെ, ഇപ്പൊ സഡൻലി ഇപ്പൊ നമ്മൾ അവരൊരു ഗ്രേഡിൽ എത്തി കഴിയുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ പ്രൊജക്ട് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് കാര്യങ്ങൾ ഫിനിഷ് ചെയ്യണം എന്ന് എക്സ്പെക്ട് ചെയ്യൂ, അല്ലെ? പക്ഷെ നമ്മൾ നേരത്തെ അതിനുള്ള ഒരു സ്പേസ് കാര്യങ്ങളോ അവർക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. വി വർ ഓൾവേസ് ദെയർ എന്നുള്ളത്. അതെ, അങ്ങനെ വരുമ്പോഴും അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഏതൊക്കെ കാര്യങ്ങളിൽ അവർക്ക് സ്വയം ഡിസിഷൻ എടുക്കാം എന്നുള്ളൊരു ബൗണ്ടറി കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ്, ചെറിയ കാര്യങ്ങളിലാണോ എന്ത് കാര്യങ്ങളാണ് ഞാൻ ശരിക്കും ഒരു ഡിസിഷൻ എടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് ഏത് കാര്യങ്ങളിലാണ് അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പേരൻസിന്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ കുട്ടികളൊരു ഡിസിഷൻ പറയുന്ന ടൈമിൽ അതിൽ ഒന്ന് ഇൻവോൾവ് ആവുക, അവരൊന്ന് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാതെ നമ്മൾ അവിടെ ഒരു സൊല്യൂഷൻ അവിടെ തന്നെ റൈറ്റ് അവേ ഒരു സൊല്യൂഷൻ കൊടുക്കാതെ അവരൊന്ന് ഗൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് അവരുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും, പിന്നെ അതുപോലെ എല്ലാത്തിനും പെർമിഷൻ ചോദിക്കുന്ന ഒരു കാര്യം, ആ ഒരു ബിഹേവിയറിലൊക്കെ ഒരു ചേഞ്ച് ഡെഫിനറ്റ്ലി വരാമെന്ന് തോന്നുന്നു, അല്ലെ?
ഒത്തിരി പേരൻസ് പറയുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് കുട്ടിയിൽ ഒരു ചേഞ്ച് ഉണ്ട്, കുറച്ചുകൂടി കുട്ടി കോൺഫിഡന്റ് ആണ്, ഒരു ഡിസിഷൻ എടുക്കുന്നതിലൊക്കെ ഒത്തിരി കോൺഫിഡന്റ് ആണെന്നുള്ളത് അവര് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കൺസേൺസ് അറൗണ്ട് ഇപ്പോൾ ക്ലിങ്കിനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്.